നയതന്ത്ര ബന്ധങ്ങൾ, പ്രതിരോധ കരാറുകൾ, വിദേശകാര്യ നയങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ എന്നും വളരെ പ്രധാനപ്പെട്ടതും സങ്കീർണവുമായ വിഷയങ്ങളാണ്. അടുത്തിടെയായി സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു പുതിയ പ്രതിരോധ കരാർ ഒപ്പുവെച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പതിറ്റാണ്ടുകളായുള്ള സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സൗദിയിലെ ലക്ഷക്കണക്കിന് വരുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർക്ക് ആശങ്കയുണ്ടാക്കുന്നത് സ്വാഭാവികമാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സൗദി അറേബ്യ സന്ദർശിച്ചപ്പോൾ ഇരു രാജ്യങ്ങളും ഒരു തന്ത്രപരമായ സംയുക്ത പ്രതിരോധ കരാർ ഒപ്പുവെച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ കരാറിലെ പ്രധാന വ്യവസ്ഥ ഒരു രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന ഏതൊരു ആക്രമണവും ഇരു രാജ്യങ്ങൾക്കും നേരെ ഉണ്ടാകുന്ന ആക്രമണമായി കണക്കാക്കുമെന്നാണ്. ഈ കരാർ പുതിയൊരു നീക്കമല്ലെന്നും പതിറ്റാണ്ടുകളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അനൗപചാരിക സൈനിക സഹകരണം ഔദ്യോഗികമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇതിനെ കാണേണ്ടതെന്നും സൗദി അറേബ്യ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ഈ കരാറിന് പല തലങ്ങളുമുണ്ട്. പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ വളരെ കാലമായി സൈനിക സഹകരണമുണ്ട്. പാകിസ്ഥാൻ സൈന്യം സൗദി സൈനികരെ പരിശീലിപ്പിക്കുകയും സൗദിയുടെ പ്രതിരോധ ആവശ്യങ്ങൾക്കായി സേവനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ സഹകരണം പശ്ചിമേഷ്യയിലെയും തെക്കനേഷ്യയിലെയും രാഷ്ട്രീയ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഈ കരാർ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത് രാജ്യത്തിന്റെ സുരക്ഷയെയും പ്രാദേശിക സുരക്ഷയെയും എങ്ങനെ ബാധിക്കുമെന്ന് വിലയിരുത്തുമെന്നും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി പ്രതികരിച്ചു. ഇന്ത്യ ഈ നീക്കത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. പാകിസ്ഥാൻ ഒരു ആണവശക്തി ആയതിനാൽ ഈ കരാറിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. പാകിസ്ഥാൻ ആണവായുധ പദ്ധതിക്ക് സൗദി സാമ്പത്തിക സഹായം നൽകുന്നുവെന്ന അഭ്യൂഹങ്ങൾ കാലങ്ങളായി നിലനിൽക്കുന്നുണ്ട്. ഈ കരാർ പാകിസ്ഥാൻ ആണവശക്തിയുടെ പിൻബലം സൗദിക്ക് നൽകുമെന്ന ഭയം ജനിപ്പിക്കുന്നുമുണ്ട്. സൗദി അറേബ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം പല തലങ്ങളിലായി വളരെയധികം വികസിച്ചിട്ടുണ്ട്. ഇത് വെറും ഒരു വ്യാപാര ബന്ധത്തിനപ്പുറം തന്ത്രപ്രധാനമായ ഒരു പങ്കാളിത്തമായി മാറിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങളുടെ വലിയൊരു ഭാഗം നിറവേറ്റുന്നത് സൗദി അറേബ്യയാണ്. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ സൗദിക്ക് നിർണായക സ്ഥാനവുമുണ്ട്. കൂടാതെ സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ശക്തവുമാണ്. സൗദി അറേബ്യയിലെ വിഷൻ 2030 പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യ വലിയ നിക്ഷേപങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സൗദിയിൽ ഏകദേശം 26 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഇവരിൽ 5 ലക്ഷത്തിലധികം പേർ മലയാളികളുമാണ്. ഇവർ ഇന്ത്യയിലേക്ക് വലിയ തോതിൽ പണം അയക്കുകയും അത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മുതൽക്കൂട്ടാവുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മറ്റു ഉന്നത നേതാക്കളുടെയും സൗദി സന്ദർശനങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട്. പ്രതിരോധം, സാങ്കേതിക വിദ്യ, ഊർജം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ പല കരാറുകളും ഒപ്പുവെച്ചിട്ടുണ്ട്. ഒരു വശത്ത് ഇന്ത്യയുമായി മികച്ച ബന്ധം പുലർത്തുന്ന സൗദി, മറുവശത്ത് ഇന്ത്യയുടെ പ്രധാന എതിരാളിയായ പാകിസ്ഥാനുമായി തന്ത്രപരമായ സൈനിക കരാറിൽ ഏർപ്പെട്ടത് ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഈ കരാർ സൗദിയെ ഇന്ത്യയുമായി നേരിട്ടുള്ള ഒരു സംഘർഷത്തിലേക്ക് നയിക്കുമെന്ന് കരുതുന്നത് യുക്തിരഹിതമാണ്. സൗദി അറേബ്യയുടെ വിദേശകാര്യ നയങ്ങൾ സ്വതന്ത്രമായ നിലപാടുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതായത് പാകിസ്ഥാനുമായുള്ള സൈനിക സഹകരണം ഇന്ത്യയുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിന് തടസ്സമാവില്ലെന്ന് സൗദി വിശ്വസിക്കുന്നുണ്ട്. അതോടൊപ്പം സൗദിയിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്ക് ഈ സാഹചര്യങ്ങൾ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലെ എന്തെങ്കിലും തരത്തിലുള്ള സൈനിക സംഘർഷമുണ്ടായാൽ സൗദി ഇന്ത്യക്ക് എതിരായ നിലപാട് സ്വീകരിക്കുമോ എന്നതാണ് അവരുടെ പ്രധാന ചോദ്യം. ഇത് മനസ്സിലാക്കാവുന്ന ഒരു ആശങ്കയുമാണ്. എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സൗദി അറേബ്യൻ സമ്പദ് വ്യവസ്ഥയിൽ പ്രത്യേകിച്ചും ആരോഗ്യ മേഖല, നിർമ്മാണം, എണ്ണ ശുദ്ധീകരണം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യൻ, പ്രത്യേകിച്ചും മലയാളി പ്രവാസികളുടെ പങ്ക് വളരെ വലുതാണ്. ഇവരുടെ പിൻവലിക്കൽ സൗദി സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ സൗദി സർക്കാർ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ ആഗ്രഹിക്കില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്തെങ്കിലും സംഘർഷമുണ്ടായാൽ അതിന് പരിഹാരം കാണാൻ സൗദി നയതന്ത്രപരമായ ഇടപെടലുകൾക്ക് ശ്രമിക്കാനാണ് സാധ്യത. പാകിസ്ഥാന് സൈനിക സഹായം നൽകുന്നതിനേക്കാൾ സൗദിക്ക് തങ്ങളുടെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതാണ് കൂടുതൽ പ്രധാനം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ അമേരിക്കയെ പല കാര്യങ്ങളിലും ഒറ്റപ്പെടുത്തിയതും ചൈന, റഷ്യ തുടങ്ങിയ ശക്തികൾ ലോകവേദിയിൽ കൂടുതൽ സജീവമാകുന്നതും പുതിയൊരു ലോകക്രമത്തിന് വഴിവെച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സൗദി അറേബ്യ തങ്ങളുടെ വിദേശകാര്യ നയങ്ങൾ കൂടുതൽ സന്തുലിതമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാ ശക്തികളുമായും നല്ല ബന്ധം സ്ഥാപിക്കുന്നതിലൂടെയാണ് തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുകയെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. ഇന്ത്യയും സൗദി അറേബ്യയും നേരിട്ടുള്ള സൈനിക സംഘർഷത്തിലേക്ക് നീങ്ങുമെന്നുള്ള ആശങ്ക നിലവിലെ സാഹചര്യത്തിൽ അതിശയോക്തിപരമാണ്. പാകിസ്ഥാനുമായുള്ള സൗദിയുടെ പ്രതിരോധ കരാർ ഒരു പുതിയ സൈനിക സഖ്യം എന്നതിനേക്കാൾ നിലവിലുള്ള ബന്ധങ്ങൾ ഔപചാരികമാക്കുന്നതിന്റെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്.
ഇന്ത്യയുടെ നയതന്ത്രജ്ഞർ ഈ വിഷയത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും രാജ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുകയും ചെയ്യും. സൗദിയിലെ പ്രവാസികൾക്ക് ഈ കരാർ നേരിട്ട് ഭീഷണി ഉയർത്തുന്നില്ലെങ്കിലും അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ മാറ്റങ്ങൾ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ സങ്കീർണമാകാൻ സാധ്യതയുണ്ടെങ്കിലും അത് പൂർണ്ണമായും വഷളാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം പരസ്പരം ആശ്രയിക്കുന്ന സാമ്പത്തിക ബന്ധങ്ങളും പ്രവാസി സമൂഹവും ഇരു രാജ്യങ്ങളുടെയും താൽപര്യങ്ങളെ ഒരുമിപ്പിക്കുന്നുണ്ട്.